സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരവിലേക്ക് സ്വാഗതം. വേടനെ ആരാധിക്കുന്ന ആളുകൾക്ക് വിഷമവും വേടനെ എതിർക്കുന്ന സംഘ്യപുത്രന്മാർക്ക് സന്തോഷവും തോന്നുന്ന ഒരു വാർത്ത പറയാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ കടുത്ത പനി മൂലം അല്ലെങ്കിൽ കടുത്ത രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ദുബൈയിൽ ഒരു അന്താരാഷ്ട്ര പരിപാടിയിൽ വേടൻ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന് കിട്ടാവുന്നതിൽ അങ്ങേയറ്റം ഒരു വരവേൽപ്പാണ് പിന്നീട് കിട്ടിയത് അല്ലേ. അതായത് ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം വേടൻ തകർത്താടിയ കോന്നിയിലെ പരിപാടി ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം വേടൻ പോയി അഴിഞ്ഞാടിയ ഒരു പരിപാടി എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പരിപാടി ഈ ദുബൈയിലെ ഒരു പരിപാടി തന്നെയായിരിക്കും വേട്ട എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ അവിടെ വേടനെ വരവേൽക്കാനായിട്ടിരുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ്. അതിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്യഭാഷ അല്ല അന്യ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാം ആ ഒരു പരിപാടി കാണാനായിട്ട് അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വേടന് കിട്ടുന്ന സ്വീകാര്യത അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം വേടന് ആ ഒരു സ്വീകാര്യത കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേടന് ഈ ഒരു പരിപാടിക്കെല്ലാം ശേഷം ആ പരിപാടിയിൽ വെച്ച് തന്നെ വേടൻ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എനിക്ക് നല്ല പനിയുണ്ട് മോനെ, പക്ഷേ ഞാൻ എന്തായാലും പാടാൻ വന്നിട്ടുള്ളൊരു പാട്ട് അത് പാടിയിട്ട് ഞാൻ എന്തായാലും പോളി, പനി എന്നെ വല്ലാതെ അങ്ങോട്ട് തകർത്തിട്ടുണ്ടെന്നാണ് വേടൻ പറഞ്ഞത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും നല്ല പനിയുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേടൻ ആ ഒരു പനിയുള്ള സമയത്തും തൻ്റെ ഊർജം ഒരു തെല്ലിട പോലും കുറയ്ക്കാതെ തന്നെയാണ് പരിപാടി അവിടെ ചെയ്തത്. അത് കൊടുക്കുന്ന കാശിന് 100% നീതി പുലർത്തുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ കൊടുക്കുന്ന കാശ് വാങ്ങുന്ന കാശിന് 100% നീതി പുലർത്തുന്ന ഒരു കലാകാരനാണ് വേടൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വേടൻ അവിടെയും പോയിട്ട് പാടിയത് ജാതീയതയ്ക്കെതിരെ തന്നെയാണ്. വേടൻ പറഞ്ഞത് വേടൻ ഒരു സമത്വവാദിയാണ്, അംബേദ്കറുടെ രാഷ്ട്രീയമുള്ള ഒരു സമത്വവാദിയാണ് ഞാൻ. ഞാൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സമൂഹത്തിന് ഉതകുന്ന അല്ലെ സമൂഹത്തിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യണ്ടേ. അങ്ങനെ ചെയ്യാത്ത അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്ത കലാകാരന്മാരെ ഞാൻ അവരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇതുവരെയും കൂട്ടിയിട്ടില്ല എന്നാണ് വേടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വേടൻ ഈ ഒരു വയ്യാഴിക വന്നപ്പോൾ നമുക്കറിയാം, വേടൻ അല്ലാതെ നല്ല രീതിയിൽ നടക്കുമ്പോൾ പോലും വേടനെതിരെ വലിയ വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരാണ് സംഘികളുടെ കുട്ടി സംഘികളും വലിയ സംഘികളും പെൺ സംഘികളും എല്ലാം. അപ്പോൾ ഈ ഒരു വയ്യാഴിക വന്ന സമയത്തും വേടനെതിരെ അല്ലെങ്കിൽ വേടന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആണ് കമന്റ് ബോക്സിൽ നിറയെ വന്ന് മെഴുകുന്നത്. അവൻ അങ്ങനെ തന്നെ വേണം, അത് കഞ്ചാവെല്ലാം കൂട്ടിയിട്ട് വലിച്ചതായിരിക്കും, അതുകൊണ്ടാണ് അവൻ അങ്ങനെ വന്നത്, പെണ്ണുങ്ങളുടെ ശാപമാണ്, വേടൻ തീർന്നു, ഇനി വേടൻ ജീവിതത്തിൽ ഉയർന്നു വരില്ല, അവൻ്റെ കലയും അവൻ്റെ ശബ്ദവും എല്ലാം തീർന്നു, അത് നരേന്ദ്രമോദിജിക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ് അല്ലെ ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെയാണ് കമന്റ് ബോക്സിൽ ചില ആളുകൾ ചാണകം. എനിക്കൊരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ആ ഒരു പേര് ഞാൻ വേണമെങ്കിൽ പറയാം, ഗോമൂത്ര സംഖ്യകൾ മെഴുകുന്നത്. ആ കമന്റിൽ ഇങ്ങനെയാണ് അവർ പറയുന്നത്: ചാണക സംഖ്യകളെന്ന് വിളിച്ച് അത്രയും വലിയൊരു ആദരവ് അവർക്ക് കൊടുക്കാതെ ഗോമൂത്ര സംഖ്യകളെന്ന് വിളിക്കൂ സഹോദര എന്നാണ് അവർ പറഞ്ഞത്. ആ പറഞ്ഞ ആൾ എന്തായാലും സത്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഗോമൂത്ര സംഖ്യകൾ വന്ന് മെഴുകുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കമന്റിൽ ചിലതൊക്കെ ഞാനൊന്ന് വായിക്കാം. ഡോക്ടർ മോനെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? വേടൻ: ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണല്ലോ ഒരു മയിലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. സംഗീത തന്നെയാണെന്നുള്ളൊരു കാര്യത്തിന് നമുക്ക് സംശയം വേണ്ട. ആർക്കൊക്കെ നല്ലപോലെ കൊള്ളുന്നുണ്ട്, സാരമില്ല, മാറി നിന്ന് കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കൂ, കുറേ നാളത്തേക്ക് വലിയ ശല്യം ഉണ്ടാവില്ല, അല്ലെ ഈ റിപ്പോർട്ടറിന് ഇതെന്തിൻ്റെ കേടാ, ഇവനെപ്പോലെ ഒരു എംബോക്കിയെ ഇങ്ങനെ താങ്ങി നടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മനു എന്ന് പറയുന്ന ഒരു ചാണകം മിത്രം കമന്റ് ഇട്ടിട്ടുണ്ട്. കഞ്ചാവ് കൂടുതൽ അടിച്ചു കാണും, എന്തെങ്കിലും പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ വേറെ കമന്റുകൾ MDMA അത്ര നല്ലതല്ല. പിന്നെ ചില ആളുകൾ വേടന്റെ ഈ ഒരു ആരോഗ്യം മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ വേടൻ നല്ല രീതിയിൽ ആരോഗ്യം പ്രാപിച്ച് തിരികെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ MDMA ആക്കി കാണും അടുത്ത അവാർഡിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള കമന്റുകളാണ് ഈ പറയുന്ന വേടന് വയ്യാഴിക വന്നു എന്നറിഞ്ഞപ്പോൾ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാം മുഖമില്ലാത്ത, പറയാനായിട്ട് ഒരു പിതൃത്വവും ഇല്ലാത്ത ആളുകളാണെന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതിൽ വാർത്തകളിൽ പറയുന്നത്, റാപ്പർ വേടൻ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ, ദോഹയിലെ പരിപാടി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഏഷ്യാനെറ്റ് ന്യൂസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അനാരോഗ്യത്തെ തുടർന്ന് വേടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, ദോഹയിലെ പരിപാടി മാറ്റിവെച്ചു. പിന്നെ ദോഹയിലെ പരിപാടി മാറ്റിവെച്ചതായിട്ട് വേടൻ തന്നെ പറയുന്നുണ്ട്. വേടന് കടുത്ത വൈറൽ പനിയാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാധ്യമങ്ങളിലൊക്കെ അല്ലെങ്കിൽ ന്യൂസുകളിലൊക്കെ ഞാൻ കണ്ടത്, വേടന് വയ്യാത്തത് കൊണ്ട് തന്നെയും വേടൻ്റെ പരിപാടികൾ ഇനി ഉടനെ ഉണ്ടാവില്ല, വേടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊണ്ട് തന്നെയും വേടൻ ഉടനെ ഒരു ആരോഗ്യം പ്രാപിച്ച് തിരികെ വരട്ടെ, അല്ലെങ്കിൽ വേടൻ്റെ അസുഖങ്ങളെല്ലാം മാറിയിട്ട് തിരികെ വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, വേടൻ ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഞാൻ ഉന്നത കുലജാതനാണ്, ബ്രാഹ്മണനായി ജനിക്കേണ്ടവനാണ്, ഈ സവർണ തമ്പ്രാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന സവർണ തമ്പ്രാക്കന്മാർ, അവന്മാരുടെയൊക്കെ അണ്ണാക്കിലേക്കും അന്നനാളത്തിലേക്കും ഒക്കെ വേടൻ ഒരു തീ അങ്ങോട്ട് കോരി ഒഴിച്ചു.
ആ തീ കോരി ഒഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഉന്നത കുലജാതനാണ്. എനിക്ക് ഉന്നത കുലജാതന്മാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ബ്രാഹ്മണരെ കാണുമ്പോൾ അവരുടെയൊക്കെ കാല് കഴുകിയ വെള്ളമൊക്കെ കുടിക്കാൻ അങ്ങ് ഭയങ്കരമായിട്ടുള്ള കൊതി വരുമെന്നൊക്കെ പറയുന്ന അവന്മാരുടെയൊക്കെ അന്നനാളം നിറച്ചുകൊണ്ട് തന്നെ വേടൻ സംസാരിച്ചു. അങ്ങനെ വേടൻ അന്നനാളത്തിലേക്ക് തീ കോരിയിട്ടപ്പോൾ എന്താണ് ഉണ്ടായത്? വേടനെതിരെ സംസാരിക്കാനായിട്ടും വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയും വേടൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസമാണെന്ന് പറയാനുമൊക്കെ ഇവന്മാർ മുന്നിലേക്ക് നിന്നു എന്നുള്ളൊരു വസ്തുതയാണ്. വേടൻ എന്താണ് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്? അല്ലെ വേടൻ്റെ രാഷ്ട്രീയം എന്താണ്? നമ്മുടെ നാട്ടിലെ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ അവന്മാരുടെ തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് വേടൻ്റെ രാഷ്ട്രീയം, അല്ലേ? സമത്വമാണ് വേടൻ്റെ രാഷ്ട്രീയം. നമുക്കറിയാം വേടൻ പറയുന്നത് പോലെ, അല്ലെ വേടൻ സംസാരിച്ച കാര്യങ്ങൾ തന്നെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് മീനാക്ഷി എന്ന് പറയുന്ന ആ പെൺകുട്ടിയും അതിനെപ്പറ്റി സംസാരിച്ചത്. മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളിൽ പല ആളുകളും വിവാദപരമായിട്ടുള്ള കമൻറ്റുമായിട്ട് റിപ്ലൈയുമായിട്ടൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ദളിത് വിഭാഗത്തിനെ പറ്റി മീനാക്ഷി പറഞ്ഞൊരു കാര്യത്തിനെ ഒരു പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ തിരിച്ച് മറുപടി കൊടുത്തുകൊണ്ട് ശാരദക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ കൂടി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദളിത് അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ അതേ യുക്തി മാത്രം മതി സ്ത്രീ അനുഭവങ്ങൾ മനസ്സിലാക്കാനും. ഇപ്പോൾ പറഞ്ഞത് ഒരു പൊട്ടത്തരമായി മാത്രം അന്ന് മീനാക്ഷി തിരിച്ചറിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇവരുടെയൊക്കെ ലൈഫിൽ ഇവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും ഇവർ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ തന്നെയാണ് ഈ പറയുന്ന മീനാക്ഷിയും അതേപോലെ തന്നെ നമ്മുടെ വേടനുമൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അവരെ നാടിനും വീടിനും കൊള്ളാത്തവരാക്കുകയും അവരെ ഒരു റിയാലിറ്റി ഷോയിൽ പോലും കയറ്റാതെ അവർക്ക് സിനിമ പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇനി നമുക്ക് അടുത്തിടെയായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അറിയാം, വേടന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിന് പിന്നാലെ വേടൻ പങ്കുവച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണിത്. ഞാൻ ഈ സൈഡിൽ എന്തായാലും ആഡ് ചെയ്യാം. ആ ഫോട്ടോയിൽ വേടൻ തിരിച്ചു വരും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ, നിന്റെയൊക്കെ ജാതി പൂച്ചകൾക്ക് മണി കെട്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ വേടൻ ആ ഒരു ശരീരത്തെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ECG എടുക്കുന്നതും അങ്ങനെയുള്ള റീഡിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന, അല്ല അങ്ങനെയുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുള്ള എല്ലാ സാധനങ്ങളും ചെസ്റ്റിലും എല്ലായിടത്തും അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടും അതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയും വേടൻ പറയുന്നത്, നമ്മുടെ ഈ നാട്ടിലെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ സംസാരിക്കും, ഞാൻ ഇനിയും വലിയ രീതിയിൽ ശബ്ദമുയർത്തുമെന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ്റെ ഒരു ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാവുന്നത്. വേടൻ തന്നെ പറയുന്നുണ്ട്, ദോഹയിലെ പരിപാടി മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ ഉടനെ തന്നെ എൻ്റെ രോഗാവസ്ഥയിൽ നിന്നും മാറിയിട്ട് എല്ലാവരെയും കാണാനായിട്ട് വരുന്നുണ്ട്, നല്ല പരിപാടി നമുക്ക് അവിടെ വെച്ച് കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വേടൻ ഒരു വയ്യാഴിക വന്നപ്പോൾ തന്നെയും വേടനെതിരെ കളിക്കാൻ വേണ്ടിയിട്ടും വേടനെതിരെ സംസാരിക്കാനും എത്രയോ ആളുകളാണല്ലോ മെഴുകുന്നത്. നമുക്ക് മനോരമ ന്യൂസ് പോസ്റ്റ് വെച്ചിരിക്കുന്നൊരു, അല്ലെങ്കിൽ മനോരമ ന്യൂസ് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ മാസം 28-ന് ദോഹയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന റാപ്പർ വേടന്റെ സംഗീത പരിപാടി മാറ്റിവെച്ചു. ഇൻഫ്ലുവൻസ ബാധിച്ചതിനെ തുടർന്ന് വേടൻ ദുബായിൽ ചികിത്സയിലായതിനാലാണ് പരിപാടി മാറ്റിവെച്ചത്. വേടന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ലെന്നും 2 ദിവസത്തിനകം അദ്ദേഹം ആശുപത്രി വിടുമെന്നും സുഹൃത്തുക്കൾ അറിയിച്ചു. ദോഹയിലെ ആരാധകർക്കായി മാറ്റിവെച്ച സംഗീത പരിപാടി ഡിസംബർ 12-ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കണ്ടില്ലേ, ഇതൊക്കെയാണ് ന്യൂസുകളിലൊക്കെ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിലുള്ള കമന്റുകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം തോന്നുന്നുണ്ട്. കാരണം വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ഓർത്തിട്ടാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടൊരു ശബ്ദമായിട്ടാണല്ലോ വേടൻ വന്നത്. അവർക്ക് ഇനി ആരുണ്ട് എന്നുള്ളൊരു വിഷമമാണ് എനിക്ക് തോന്നുന്നത്. അതായത് വേടന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വേടൻ പെട്ടെന്ന് തന്നെ തിരികെ വരും. പക്ഷേ ഇവർക്ക് കരയുന്ന ആളുകൾ വിചാരിക്കുന്നത് വേടൻ്റെ അവസാനം ഇവിടം കൊണ്ടാണെന്നാണ്. ഒരാൾ വയ്യാതെ കിടക്കുമ്പോഴും ഈ തോന്നിവാസവും ഈ തന്തയ്ക്ക് പുറക്കാഴിയൊക്കെ പറയാനായിട്ട് മനസ്സ് വരുന്ന സംഘ്യപുത്രന്മാരുടെയൊക്കെ ഒരു മനോഗതി എന്തൊക്കെയാണെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് വേടൻ ഒന്ന് വയ്യാതായപ്പോഴത്തേക്കും വേടനെ വിമർശിച്ചുകൊണ്ട് വലിയ രീതിയിലാണ് മെഴുകുന്നത്. എടാ മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വേടനെതിരെ സംസാരിക്കുന്ന, അല്ലെ വേടനെ കുറ്റം പറയുന്ന നീയൊക്കെ, നിന്റെയൊക്കെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? വേടൻ ഇങ്ങനെയൊക്കെ ചെയ്തവനാണ്, വേടൻ ഇങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണ്, അല്ലെ വേടൻ മോശം ഒരു കഥാപാത്രമാണ്, അല്ലെ ഒരു കലാകാരനാണെന്ന് പറയാനായിട്ട് ഒരു ചെറിയ തെളിവ്, ഒരു ലേശം എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു ലെവൽ ഏശമെങ്കിലും കണികയെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീയൊക്കെ ഈ പറയുന്നതിൽ ഞാൻ അംഗീകരിക്കാം, ഞാൻ വേടനെ കുറ്റം പറയാം. എന്നാൽ ഇതൊന്നുമില്ലാതെ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഈ നാട്ടിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരെ, ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന സവർണ മേധാവിത്വത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവനെതിരെ ഈ വിഷം തുപ്പാനായിട്ട് നിൽക്കരുത്. അവൻ വയ്യാതെ ആശുപത്രിയിലായെന്നേ ഉള്ളൂ, അവൻ ചത്തൊന്നും പോയിട്ടില്ല, അവൻ തിരികെ വരും. അതായത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറയുന്നത് പോലെ വേടൻ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ മഴ പെയ്തിട്ട് നനയാത്ത ഒരു മനുഷ്യനെ മരം പെയ്യുമ്പോൾ നനയിക്കാൻ നോക്കരുതേ സംഖ്യകളെ എന്നും കൂടി ഞാൻ പറയുകയാണ്. കാരണം വേടന് ഈ കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ നമുക്ക് കാണാം, 100 പേര് വേടനെതിരെ സംസാരിച്ചാലും ഒരൊറ്റ ഒരാൾ വേടന് വേണ്ടി സംസാരിച്ചാൽ മതി, അതാണ് വേടന്റെ വിജയം. അതിനെ മാത്രം ഞങ്ങൾ അങ്ങനെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന 100 കമന്റുകൾ വേടനെതിരെ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ പോലെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വേടന് കിട്ടുന്ന സ്വീകാര്യത നഷ്ടപ്പെടും, വേടൻ അതോടുകൂടി അങ്ങ് തീരുമെന്നാണ്.
നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കി അറിയാൻ പറ്റും ദുബൈയിൽ പോയപ്പോൾ വേടന് കിട്ടിയ സ്വീകാര്യത. അതിങ്ങനെ കേരളത്തിൽ ഇട്ടാവട്ട സ്ഥലത്തൊന്നുമല്ല, ദുബൈയിലാണ്, അന്താരാഷ്ട്ര പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതികൾ മനസ്സിലായിട്ടുള്ള ജനങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നുള്ളത്, അതായത് BJPയുടെ അല്ല RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഈ അജണ്ടകൾ മനസ്സിലായിട്ടുള്ള ജനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആ ജനങ്ങൾ ഇനിയും വേടനെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയും വേടൻ അത്യധികം പൂർവാധിക ശക്തിയോടുകൂടി തിരികെ വരുമെന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. വേടന് എന്ത് പറ്റിയെന്ന് വിഷമിച്ചിരിക്കുന്ന, അല്ലെ വേടൻ ഇനി തിരികെ വരുമോ, വേടൻ്റെ പനിയൊക്കെ മാറിയോ, വേടൻ എന്താണ് പ്രശ്നമെന്ന് പേടിച്ചിരിക്കുന്ന ആളുകൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. വേടൻ പൂർണ്ണമായിട്ടും എല്ലാ ആരോഗ്യവും സുഖം പ്രാപിച്ചുകൊണ്ട് തിരികെ വരും. എല്ലാവരുടെയും പ്രാർത്ഥന വേടനോടൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.